നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നൂറ്റാണ്ട് പഴക്കമുള്ള ഇന്ത്യൻ നിയമങ്ങൾ ഇനി ചരിത്രമാകുന്നു. ഞായറാഴ്ച അർദ്ധരാത്രി പിന്നിടുമ്പോൾ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും. ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള 164 വർഷം പഴക്കമുള്ള 3 നിയമങ്ങളാണ് ഇതോടെ ചരിത്രമാകുന്നത്. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും BNS, CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും, ഇന്ത്യൻ തെളിവ് നിയമത്തിനു പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയവും നിലവിൽ വരും. ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതും ഒക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും. അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി ഉണ്ടാകുക. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിന്ന് ഭാരതീയ ന്യായ സംഹിതയിലേക്ക് ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്ന് നോക്കാം. പുതിയ നിയമത്തിൽ IPC പ്രകാരമുള്ള ചില വകുപ്പുകളുടെ നമ്പറുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. IPC പ്രകാരം സെക്ഷൻ 302 കൊലപാതകത്തിനുള്ള ശിക്ഷയായാണ് കണക്കാക്കുന്നത്. ഇനി മുതൽ കൊലപാതകം സെക്ഷൻ 101 കീഴിൽ വരും. കൂടാതെ പുതിയ നിയമപ്രകാരം സെക്ഷൻ 302 പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. IPCയുടെ 420 വകുപ്പ് വഞ്ചന കുറ്റമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അതേ നമ്പറിൽ ഒരു വകുപ്പില്ല. ഭാരതീയ ന്യായ സംഹിതയുടെ 316 വകുപ്പിന് കീഴിലാണ് തട്ടിപ്പ് വരുന്നത്. നിയമവിരുദ്ധമായി സംഘം ചേരുന്നതുമായി ബന്ധപ്പെട്ട IPCയുടെ 144 വകുപ്പിനെ ഇനി മുതൽ സെക്ഷൻ 187 എന്ന് വിളിക്കും. അതേപോലെ ഇന്ത്യ ഗവൺമെന്റിനെതിരായ പ്രവർത്തനങ്ങളെ IPCയുടെ 129 വകുപ്പിനെ ഇനി സെക്ഷൻ 146 എന്ന് വിളിക്കും. മാനനഷ്ടം കൈകാര്യം ചെയ്യുന്ന IPCയുടെ 499 വകുപ്പ് ഇപ്പോൾ പുതിയ നിയമത്തിന്റെ 354 വകുപ്പിന് കീഴിലാണുള്ളത്. IPC പ്രകാരമുള്ള ബലാത്സംഗത്തിനുള്ള ശിക്ഷ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് 376 ആണ്. പുതിയ നിയമപ്രകാരം സെക്ഷൻ 64 ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സെക്ഷൻ 70 കൂട്ടബലാത്സംഗ കുറ്റമാണ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യദ്രോഹം കൈകാര്യം ചെയ്യുന്ന IPCയുടെ 124A വകുപ്പ് ഇപ്പോൾ പുതിയ നിയമപ്രകാരം സെക്ഷൻ 150 എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനും ഭാരതീയ ന്യായ സംഹിതയ്ക്കും കീഴിലുള്ള വകുപ്പുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവയൊക്കെയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത്. അപാകതകളൊക്കെ പരിഹരിച്ച് ഡിസംബർ 13-ന് പുതുക്കി അവതരിപ്പിച്ചു. ഡിസംബർ 25-ന് രാഷ്ട്രപതി അംഗീകാരവും നൽകി.